ത്തിലെത്തുമ്പോൾ ഒരു സ്ത്രീ വിരോധിയായിട്ട് എന്നെ ചിത്രീകരിച്ചോ പതിയെ ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു കാര്യം മാറിപ്പോയതായിരിക്കാം. ഇഷ്ടം യഥാർത്ഥത്തിലുള്ള ഇഷ്ടമായിരുന്നില്ല, ഫേക്ക് ആയിട്ടുള്ള ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് താരമായിരുന്ന അനീഷിൻ്റെ ഒരു പുതിയ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അനീഷ് പൊതുവെ അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂയും കാര്യങ്ങളൊന്നും കൊടുക്കാത്തൊരു വ്യക്തിയാണ്. ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് അനീഷ് അങ്ങനെ ആവശ്യമില്ലാത്ത ഇൻ്റർവ്യൂയോ അങ്ങനെ വലിച്ചു വാരിയുള്ള ഇൻ്റർവ്യൂയും കാര്യങ്ങളും ആവശ്യമില്ലാതെ എങ്ങും വന്ന് വലിയൊരു ഇതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ വന്നൊരു ഇൻ്റർവ്യൂ കൊടുത്താൽ അതിലെവിടെയെങ്കിലും എന്നിലേക്ക് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാനുള്ള സംഭവങ്ങളും കാണും. അപ്പം അനീഷ് ലക്ഷ്മി നക്ഷത്രയാണ് ഇൻ്റർവ്യൂ ചെയ്തേക്കുന്ന അനീഷിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. എനിക്കിപ്പോൾ ബിഗ് ബോസ് തുടങ്ങാനൊക്കെ പോവില്ലേ, അപ്പോൾ അതിൻ്റെ ഇതും കൂടെയൊക്കെ ആയിക്കൊണ്ട് അതിൻ്റെ ഒരു ഇതും കൂടെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു, പരസ്യം കൂടെയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അനീഷ് കുറേ കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ പുതുതായിട്ട് വരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുവരെയും ബിഗ് ബോസിൽ നിന്ന് പോന്നിട്ടും ഇപ്പോഴും അതിൽ നിന്ന് പോന്നിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി നടക്കുന്ന ഒരു വ്യക്തി എനിക്ക് അനീഷിനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും സെക്കൻഡ് വിന്നറായിട്ടും അത് ഞാനല്ല, ഞാൻ ഫസ്റ്റാണ് എന്നുള്ളൊരു മൈൻഡിലാണ് എവിടെ ചെന്നാലും. അനുവിനെ എവിടെ കിട്ടിയാലും പുള്ളി ഒന്ന് ഇൻസൾട്ട് ചെയ്യാതെ വിടാറില്ല. എപ്പോഴും അത് ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്താണ്. അവർ രണ്ടുപേരോട് ഒന്നിച്ചൊരു സ്റ്റേജിൽ വന്നപ്പോഴത്തേക്ക് അനുവിനെ ശരിക്കും ഒരു കളിയാക്കുന്ന രീതിയിലുള്ള വർത്താനവും, അത് കഴിഞ്ഞൊരു പോസ്റ്റ് ഇടുകയും അത് കഴിഞ്ഞ് പിന്നെ അനു അതിനെതിരെ ഒരു പോസ്റ്റ് ഇടുകയും അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടാണ്. പക്ഷേ അനീഷിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം എന്നു ചോദിച്ചാൽ പുള്ളി ഒരു ഇച്ചിരി നോളജ് ഉള്ള ഒരു വ്യക്തി എന്നാണ് നമ്മൾ കണ്ടിരുന്നത്. ബിഗ് ബോസിൽ വന്ന സമയത്ത് ഇച്ചിരി ഒരു കാര്യവിവരത്തോടുകൂടി സംസാരിക്കുന്നു, എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു മനുഷ്യൻ, അങ്ങനെയൊക്കെ നമ്മളൊരു ഇച്ചിരി സപ്പോർട്ടായിരുന്നു. പിന്നെ ഒരു സാധാരണക്കാരൻ വന്ന് അത്രയൊക്കെ വരുന്നു, അങ്ങനെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഞാൻ ഈ ബിഗ് ബോസിൽ അനീഷ്, ഷാനവാസ്, അനു ഇത്രയും പേരെയായിരുന്നു എനിക്ക്. പിന്നെ വേദലക്ഷ്മി എനിക്കിഷ്ടമായിരുന്നു. ഇത്രയും പേരായിരുന്നു എനിക്കിഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പേരെയും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിട്ടിരുന്ന് അങ്ങനെ ഒരു ഇതായിട്ട് നിന്നെടുത്ത് അനീഷിൽ നിന്ന് പിന്നെ വരുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോണ്ടല്ലോ, ഈ മനുഷ്യൻ തന്നെയായിരുന്നു ബിഗ് ബോസിലുണ്ടായിരുന്നേ എന്നൊന്ന് ചിന്തിച്ച് പോകും കേട്ടോ. ശരിക്കും പുള്ളി പറയുന്ന ഇനി അറിയാതെ പറഞ്ഞു പോകുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലക്ഷ്മി നക്ഷത്രം എടുത്ത ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിഗ് ബോസിന്റെ ഉള്ളിൽ കൂടുതൽ കോമണേഴ്സ് വേണം എന്ന് വാദിച്ച ഒരാളാണ്. മിനിമം 5 കോമണേഴ്സ് എങ്കിലും വേണം എന്ന് പറഞ്ഞ് അവിടെ ഫൈറ്റ് ചെയ്ത ആളാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞത് ശരിയാണ് കേട്ടോ. കോമൺ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വരണമെന്ന്, സാധാരണക്കാർ വരണം എന്നുള്ളത് അനീഷ് ഒരുപാട് തവണ പറയും. അങ്ങനെ ഇനി അത് വരണം എന്ന് ഒത്തിരി പ്രാവശ്യം, എല്ലാ പ്രാവശ്യവും 1-2 പേര് അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഒരുപാട് പേരുണ്ടെന്ന് ഇങ്ങനെ അറിയുന്നു. ഒത്തിരി പേർക്ക് അതിനുള്ള അവസരങ്ങൾ, ഒത്തിരി ചാൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് കോമൺ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എടുക്കണം എന്നുള്ളതിൽ വന്നിട്ടുണ്ട്. അപ്പം അത് നമുക്കിനി ബിഗ് ബോസ് തുടങ്ങുമ്പോഴേ അത് ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പറഞ്ഞൊരു കാര്യം സത്യമാണ് കേട്ടോ. പുള്ളി ഒരുപാട് തവണ അവരുടെ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ വരണം എന്ന് സംസാരിച്ചുള്ളൂ. അതൊക്കെ ഓക്കെയാണ് കേട്ടോ. അത് പറഞ്ഞത് ജെനുവിനായിട്ട് തന്നെയാണ്. നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ കേൾക്കാം. അവിടെ ഫൈറ്റ് ചെയ്ത ആളാണ്. എന്താണെന്ന് വെച്ചാൽ സ്ത്രീ വിരോധിയാണെന്ന് പറയുന്നതിനോട് ഞാനത് കേട്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളോട് ഏറ്റവും ബഹുമാനത്തോടെയും പക്വതയോടും കൂടെ പെരുമാറുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആ ഒരു നരേഷൻ എങ്ങനെ ഉണ്ടായി പോയി എന്നുള്ളതും എനിക്കറിയില്ല. ബിഗ് ബോസിൽ എത്തുമ്പോൾ ഒരു സ്ത്രീ വിരോധിയായിട്ട് എന്നെ ചിത്രീകരിച്ചോ എന്നുള്ളത് മേ ബി ആയിരിക്കാം, എനിക്കറിയില്ല. മറ്റ് കണ്ടസ്റ്റൻസ് എന്നെ അങ്ങനെ ആക്കി തീർത്തതായിരിക്കാം. പക്ഷെ ജെനുവൻലി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ സ്ത്രീകളോട് ഏറ്റവും ബഹുമാനത്തോട് റെസ്പെക്ട് ചെയ്ത് പെരുമാറുന്ന ഒരാളാണ്. സ്ത്രീ വിരോധിയാണോ എന്ന് ചോദിച്ചതിന്റെ ഒരു റിപ്ലൈ ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പം സ്ത്രീ വിരോധി തന്നെയല്ലായിരുന്നു. ബിഗ് ബോസിൽ വന്നിട്ട് പൊതുവെ മനുഷ്യരോട് മൊത്തത്തിൽ വിരോധമുള്ള ഒരാളായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാര്യം ആരോടും അടുക്കിയല്ല, എല്ലാവരും ആകെ നിന്നാൽ മതി. ഈ ഒരു ഷോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും എൻ്റെ വീട്ടിലോട്ട് വരണ്ട, നിങ്ങളൊന്നുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, അങ്ങനെ പറഞ്ഞെടുത്ത് ഷാനവാസാണ് ആദ്യം അനീഷിൻ്റെ മനസ്സിൽ കയറി പറ്റിയതും. അവർ തമ്മിൽ ഭയങ്കര കൂട്ടാകുകയും ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ അനുവായിട്ട് ഒരു ഇച്ചിരി അടുപ്പമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജിസയിലും ഒക്കെ ആയിട്ട് നല്ല കൂട്ടായിരുന്നു. ജിസയിൽ പാട്ട് പാടുകയും മറ്റേ കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായതാണ് ഇവർ തമ്മിലുള്ളത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി അങ്ങ് അഡ്ജസ്റ്റ് ആയി, എല്ലാവരും ഒക്കെ അടുപ്പമായി തുടങ്ങി. ലാസ്റ്റ് പിന്നെ പുള്ളിക്ക് ബിഗ് ബോസിൽ നിന്ന് പോകണ്ട എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അവരോട് എല്ലാവരും പറയുന്നത് എനിക്ക് ഇവിടുന്ന് പോകണ്ട, എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി. എല്ലാവരും വീട്ടിൽ പോകാനും പുറലോകം കാണാനും ആഗ്രഹിക്കുമ്പോൾ പുള്ളി പറഞ്ഞത് എനിക്ക് ഇതിനകത്ത് തന്നെ നിന്നാൽ മതി, എനിക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമില്ല എന്നൊരു മൈൻഡായിരുന്നു. അത് ചിലപ്പോൾ പുള്ളിക്കിടെ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ. അതൊക്കെ ഓക്കെ, സ്ത്രീ വിരോധിയല്ല, ഞാൻ അങ്ങനെ എല്ലാവരും കൂടെ ആക്കിയതാണ് എന്നുള്ള രീതി പറയുന്നുണ്ട്. ഇതിനുള്ള മറുപടി ഏറ്റവും അവസാനം പറയാം കേട്ടോ. ഏറ്റവും അവസാനം പറയാം ഇതിനുള്ള മറുപടി. കാര്യം ഒരേ സമയം 2-3 കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയ പറയുമ്പം അതൊക്കെ ഈ സോഷ്യൽ മീഡിയ കിടക്കുമെന്നൊന്ന് ചിന്തിക്കണം. അതൊക്കെ തെളിവായിട്ട് തന്നെ കിടക്കുമെന്ന് ചിന്തിക്കണം. നമുക്ക് അവസാനം കാണാതെ അത് കഴിഞ്ഞതിനകത്ത് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ നിമിഷം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിഷമമായിട്ടൊരു നിമിഷം ഏതാണ് അതിൽ പറയുന്നുണ്ട്. ഷാനവാസുമായിട്ട് കൂട്ടുകൂടിയേച്ച് ഇടയ്ക്ക് ഇവർ തമ്മിലൊന്ന് പിണങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. അത് അനീഷിൻ്റെ തെറ്റിദ്ധാരണ തന്നെയായിരുന്നു ഷാനവാസുമായിട്ട് അകന്നു പോയത്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് അനീഷും തെറ്റും ഷാനവാസും തെറ്റുമായിരുന്നു.
അപ്പം അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ പുള്ളിക്ക് ഭയങ്കര വിഷമമായെന്ന് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് പറഞ്ഞൊരു പേരെന്ന് പറഞ്ഞാൽ അനുവിൻ്റെയാണ്. അത് പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നില്ല. അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും ആരെയാണ് പറയുന്നതെന്ന് മനസ്സിലാകും. നമുക്കൊന്ന് കേട്ടു നോക്കാം അനുവിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളോട് ഒരു ഇഷ്ടം തുറന്ന് അല്ലെങ്കിൽ പല രീതിയിലും കാണിച്ച ഒരാള് ആ ഇഷ്ടം യഥാർത്ഥത്തിലുള്ള ഇഷ്ടമായിരുന്നില്ല, ഫേക്ക് ആയിട്ടുള്ള ഇഷ്ടമായിരുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു വിഷമല്ല, ഒരു ഇത് തോന്നും. കാരണം ഇത്രമാത്രം ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത ആളുകളാണോ എന്ന് തോന്നിപ്പോവും. അത്രേ ഉള്ളൂ. ശരിക്കും ഈ ഫുൾ എപ്പിസോഡ്സ് അനീഷ് വന്നപ്പോ കണ്ടിരുന്നു? ഇല്ല, കണ്ടിട്ടില്ല. അപ്പം ഇപ്പം പറഞ്ഞില്ലേ ഫുൾ എപ്പിസോഡ് കണ്ടോന്ന് ചോദിച്ചു. കാണാതിരുന്ന് നന്നായി അനീഷ്, കാണാതിരുന്ന് നന്നായി. അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും അനീഷ് എന്നതെന്നുള്ളത് അനീഷിന് മനസ്സിലാകും. അനീഷ് അതിനകത്ത് പറയുന്നു അനീഷിന് ജെനുവിനായിട്ട് നിന്ന ഒരാൾ അങ്ങനെ കാണിച്ചപ്പോൾ അത് നോ എന്ന് പറഞ്ഞപ്പോൾ വിഷമം ഉണ്ടായെന്ന് പറയുന്നു. പക്ഷേങ്കിൽ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അനീഷിനോട് അങ്ങനെ ഒരു പ്രണയം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അനുവിന് അത് ഫുള്ള് ഗെയിമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ അനുവിന് അതൊരു ഗെയിം തന്നെയായിരുന്നു. അല്ലാതെ അനുവിന് വേറെ ഒന്നുമല്ല. അനു അവിടെ നിന്ന് ഇറങ്ങിയപ്പം അവിടെ തീർന്ന ഗെയിം. പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു ആദില നൂറ ഇവരോട് ഇനി മിണ്ടാതിരിക്കുമോ, അല്ല അവരങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ്. അന്നേരം അനു പറഞ്ഞെന്താ അതൊരു ഗെയിമാണ്, അത് അവിടെ തീർന്നു, ഇനി അതിനെപ്പറ്റി ഒന്നും പറയില്ല. ഇപ്പോൾ അവരൊക്കെ ഭയങ്കര കൂട്ടുകാരായിട്ട് നടപ്പുണ്ട്. ശൈത്യമായിട്ടേ ഉള്ളൂ ഇപ്പോഴും വലിയ അടുപ്പമില്ലാതെ പോകുന്നത്. ബാക്കി അവരെല്ലാം നല്ല കൂട്ടുകാർ. ആദില നൂറയൊക്കെ ഭയങ്കര കൂട്ടായിട്ടാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്നു, ഭയങ്കര ഇതൊക്കെ അവർ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി അനു അവിടെ നിർത്തി. പിന്നെ അനുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ അനീഷ് ഇപ്പോഴും ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ല, അനീഷിൻ്റെ ജീവിതത്തിലോട്ട് കയറിയിട്ടുമില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് ബിഗ് ബോസിൽ ഒരു ചെറിയൊരു സീൻ ഒന്ന് കണ്ടിട്ട് വരാവേ. ഇവർ തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് സീനുകൾ, അതൊക്കെ എത്ര തമാശയായിട്ടാണ് നമ്മളൊക്കെ ആസ്വദിച്ചെന്നുള്ളത് നമുക്കറിയാം. അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി ഒരിക്കലും ഒരു പെണ്ണിനോട് പ്രണയം തോന്നുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഒരിക്കലും. കാര്യം അനീഷിൻ്റെ രീതി നമുക്കറിയാം. ആണുങ്ങളെയാണെങ്കിൽ പോലും അനീഷ് ഒരു പരിധി വിട്ട് അടുത്തോട്ട് സംസാരിക്കാൻ പോലും ചെല്ലത്തില്ല. അതിനേക്കാൾ അപ്പുറമായിരുന്നു സ്ത്രീകളോട്. അവരെ ഒട്ടുമേ അനീഷ് മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അനുവിനും ഒക്കെ അറിയാം അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ അനീഷ് എന്നുള്ളത് അറിയാം. പക്ഷെ പുള്ളിയിലൊരു പ്രണയം ഉണ്ടെന്ന് പറഞ്ഞപ്പം അനു ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. നമുക്കത് അനുവിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. തമാശയ്ക്ക് കിടന്ന് ഓരോന്നെല്ലാം കാണിക്കുകയും പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ചായ കുടിക്കുന്നു, അത് അനു ഉത്തമയായ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമുക്കൊരു കോമഡി ആയിട്ടാണ് തോന്നിയിരുന്നത്. അനു അതൊരു കോമഡി ആയിട്ട് തന്നെയായിരുന്നു. കാര്യം കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞുള്ള പ്രധാന കാര്യം. അത് ശരിക്കും അനു വാരി കോരി കൊടുത്തിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ അനു കൊടുത്തിരുന്നു, ഇഷ്ടം പോലെ കണ്ടന്റ് കൊടുത്തിരുന്നു. അപ്പോൾ അത് തന്നെയാണ് അനു ഇവിടെ ഉദ്ദേശിച്ചത്. അനുവിനറിയാം ഇത് പുറത്ത് പോകുന്നറിയാം, വീഡിയോ ഇത് ഒരു ഇതായിട്ട് ആൾക്കാർ അതായിട്ട് എടുക്കുമെന്നും അറിയാം. അതിന് വേണ്ടിയാണ് അനു അത്രയും അഭിനയിച്ച കാര്യങ്ങളൊക്കെ. പക്ഷേ അനീഷ് അതിനകത്ത് ജെനുവിനായിട്ട് കൊണ്ടുവന്നു, അനു അതൊരു കോമഡി ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അവസാന നിമിഷം ആയപ്പോഴത്തേക്ക് അനു തന്നെയല്ല അനീഷോട് പറഞ്ഞിരുന്നു എനിക്ക് ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കാനാണ് ഇഷ്ടമെന്നും പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയെ ഒരു ക്രിസ്ത്യാനി ഒരു പള്ളി വെച്ച് കെട്ടൽ നടക്കുമോ? ഒരിക്കലും നടക്കുകയില്ല അങ്ങനെ ആഗ്രഹമുള്ള ഒരാൾക്ക്. എന്നിട്ട് അതിന് അനുവിൻ്റെ കുറ്റവും പറഞ്ഞ് ഇപ്പോഴും നടന്നിട്ട് കാര്യമുണ്ടോ? അനു വിൻ ചെയ്തത് അനീഷിന് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ അതോ തന്നെ ഒരു ഇഷ്ടം കൂടി പോയാലും എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകും. ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്. കള്ളത്തരങ്ങൾ പറയാൻ അനീഷ് നല്ല മിടുക്കനാണ്, അത് എനിക്ക് കാണിച്ചു തരാം. ഇല്ല. അപ്പം ഇപ്പം പറഞ്ഞില്ലേ ഒരാളൊരു ഇഷ്ടം എക്സ്പ്രസ് ചെയ്തിരുന്നു എന്നൊക്കെ. അപ്പൊ അത് ലൈക് ബിഹൈൻഡ് ദ സീൻ ആയിരുന്നോ, അല്ലെങ്കിൽ അനീഷിന് സൂചനകൾ തന്നിരുന്നോ അനീഷിന് ഇഷ്ടമാണെന്നുള്ളത്? ഞാൻ ശരിക്കും അത് ചോദിക്കാൻ വന്നിരുന്നതാണ്. അനീഷിന്റെ ലൈക് ദ അതർ പേഴ്സണോടുള്ള ആ ഒരു ഇഷ്ടം അതൊരു ലവ് സ്ട്രാറ്റജി ആയിരുന്നോ എന്ന് എനിക്ക് ചോദിക്കണം. ഒരിക്കലും അല്ല. അതായത് എനിക്ക് അതിനു മുൻപ് ഒരു 3-4 ആഴ്ചകൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് തന്നുകൊണ്ടേയിരുന്നു. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി. എനിക്ക് അതില് ഒരു വിഷമവും ഇല്ല. കാരണം എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഞാൻ അതാണ് പറയുന്നത്, എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് എന്താണ് മേ ബി അതാ പറഞ്ഞത്, എനിക്ക് ഇപ്പോഴും സെലിബ്രിറ്റികളെ കുറച്ച് പേടിയാണ്. കാരണം ഇവരുടെ ഒരു ഇമോഷണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫേക്കാണ്. കുറെ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ സെലിബ്രിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ഫേക്കാണ്. ഞാൻ ലക്ഷ്മിയോട് തുറന്നു പറയണതിൽ വിഷമം വിചാരിക്കുന്നത് കുറെ സെലിബ്രിറ്റികൾ ഫേക്ക് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഫേക്ക് ആയിട്ട് അനീഷിന്റെ അടുത്ത് ഒരു പ്രണയം നടിച്ചു എന്നാണ് അനീഷ് പറയണത്. മേ ബി ആയിരിക്കാം. 3 വീക്സ് അനീഷ് അത് വിശ്വസിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെയല്ല എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞേ? അത് ആ ഒരു വീഡിയോ കൂടെ ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും. അങ്ങനെയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു നിമിഷം അവിടെ ലൈൻ കട്ട്. ഇനി ഒരു കാരണവശാലും ആ ഒരു പേഴ്സണായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല. ലൈൻ കട്ട് അവിടെ വെച്ച്
അവിടെ വെച്ചിട്ട് ആ ലൈൻ കട്ടായെങ്കിൽ പിന്നെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? യാതൊരു കാര്യവുമില്ല. അവിടെ വെച്ച് ലൈൻ കട്ടായെങ്കിൽ അത് ചോദിക്കാൻ പറയാം. ഈ ഒരു വിഷമം ഉണ്ടായ കാര്യമൊന്നും ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ പ്രണയോ കാര്യങ്ങളോ ഒന്നും ലക്ഷ്മി ചോദിച്ചിട്ടില്ല. ലക്ഷ്മി നക്ഷത്രം ചോദിച്ചിട്ടില്ല. പക്ഷേങ്കിൽ അനീഷാണ് എടുത്തിട്ടത് ഈ ഒരു വിഷയം എടുത്തിട്ട് ഈ പ്രണയത്തിനെ പറ്റി പറഞ്ഞ് അവിടെ വെച്ച് വിഷമം ഉണ്ടായ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഷാനവാസമായിട്ടുള്ള കാര്യം എനിക്ക് വിഷമമുണ്ടായി, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇനി എന്നേലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് കഴിഞ്ഞു പോയ കാര്യം എന്ന് പറഞ്ഞ് അവിടെ തീർന്നു. പക്ഷേ ഇവിടെയും പുള്ളി പറഞ്ഞേക്കുന്നത് എന്താ, അനുമോള് പുള്ളിയോടൊക്കെ അങ്ങ് ആ ഒരു ഇത് ഇഷ്ടമാണെന്നുള്ളതിൻ്റെ ഒരു ഇത് ലക്ഷണങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നേ. എന്നതാണ് കാണിച്ചു കൊടുത്തത്? 24 മണിക്കൂർ എല്ലാവരുടെ അടുത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ട് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കിടക്കുന്ന അനീഷ് ഒരു വശത്ത്, മറുവശത്ത് കുറച്ച് പേരോട് കുറച്ചേരം കൂട്ടുകൂടും, അവരുടെ ഇന്ന് പണി മേടിച്ച് കിട്ടും, അടുത്ത ആളിലേക്ക് പോയി കൂട്ടും, അവിടുന്ന് പണി മേടിച്ച് കിട്ടും, കുറേ നേരം പോയി എവിടെയെങ്കിലും മൂലക്കിരുന്ന് കരച്ചിലും വീഴ്ചയിലും ബഹളവും അങ്ങനെയായിട്ട് നടക്കുന്ന ഒരു അനു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് എപ്പോഴാണ് പ്രണയം തോന്നാനുള്ള സീനുകളൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ അനു പറഞ്ഞ് ഇതിനകത്ത് നൂറയോട് പറയുന്നൊരു കാര്യമുണ്ട്, പുള്ളി കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് ഫുഡ് കഴിച്ചോ, എന്നാ എടുക്കുക, അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കെയർ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അനു ഓർത്തു എല്ലാവരും ഒക്കെ ഇട്ട് അനുവിനെ ഇട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പം പുള്ളി ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചേ. അനുവിനെ ഒരിക്കലും പുള്ളി അങ്ങനെ സ്ത്രീ വിരോധിയാണ്, അത് എന്നാന്നുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് കഴിഞ്ഞ് കേൾക്കാം. ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സമയത്ത് പറയുന്നൊരു കാര്യമാണ്, അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും. അനീഷ് ആക്ച്വലി എപ്പോഴും അതിനകത്ത് പറഞ്ഞിരുന്നൊരു ഇതുണ്ട്, ഞാനൊരു സാധാരണക്കാരനാണ്. അനീഷ് ഒരു സാധാരണക്കാരനാണ്. സാധാരണക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സാധാരണക്കാരനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എല്ലാവരും സാധാരണക്കാരനാണെങ്കിൽ ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ സാധാരണക്കാരാണ്, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അനീഷ് ഒരു സാധാരണക്കാരനാണോ? ഒരുപാട് സന്തോഷത്തോടു കൂടെ എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് സാധിക്കും. പുറത്തിറങ്ങിയാലൊക്കെ തിരിച്ചറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധാരണക്കാരൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നാലാൾ അറിയുന്ന ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ മാറിയിരിക്കുന്നു. ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് അധികം പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസിലേക്ക് വരുന്നതിന് പ്ലാനിങ് ഒന്നുമില്ല, സാധാരണക്കാരനാണ്, ഓക്കെ അതൊക്കെ ഓക്കെ തന്നെ സാധാരണക്കാരൻ. പക്ഷെ എന്ത് പാവത്താനായിട്ട് സംസാരിക്കാൻ നോക്കി, എന്ത് പഞ്ച പാവമായിട്ട് സംസാരിക്കാൻ നോക്കി. സാധാരണക്കാരനായിട്ടെന്ന് പറഞ്ഞു ബിഗ് ബോസിലേക്ക് വരുന്നതിന് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു പറഞ്ഞു. പുള്ളിക്കാരൻ 5 വർഷം കണ്ട് ലീവ് എടുക്കും, അത് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പിന്നെ പോകുന്ന 2 വർഷം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പ്രതിനിധിക്ക് വരാൻ വേണ്ടി അത്രയ്ക്ക് പുള്ളി ആഗ്രഹിച്ചിരുന്നു, അത്രയ്ക്ക് പുള്ളി അത് പരിശ്രമിച്ചിരുന്നു, ഓരോ ബിഗ് ബോസും കണ്ടിരുന്നു എന്നൊക്കെ പുള്ളിയുടെ വായിൽ തന്നെ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ പുള്ളി പറയുന്നത് ഞാൻ ഒന്നും തയ്യാറെടുത്തിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് തയ്യാറെടുത്തിട്ടില്ല എന്ന് പറയുന്ന ആൾ ബിഗ് ബോസിലേക്ക് വന്നതേ പറഞ്ഞു, ആരുമായിട്ട് എനിക്കൊരു കമ്പനി വേണ്ട, ആരും എന്നോട് മിണ്ടണ്ട, നിങ്ങളൊക്കെ ആയിട്ട് ഇവിടെയുള്ള ബന്ധങ്ങൾ, അത് ബിഗ് ബോസ് ഒക്കെ കണ്ട അതിലത്തെ പ്രശ്നങ്ങളൊക്കെ കാണാതെ ഒരിക്കലും അങ്ങനെ ഒരു മനുഷ്യന് പെരുമാറാൻ പറ്റത്തില്ല. ബാക്കിയും കൂടെ നമുക്ക് ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസിലേക്ക് വരുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാനത് മറന്നിരിക്കുകയായിരുന്നു, കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചു. ഞാനാണിത് ചോദിക്കേണ്ടത്. ഇവിടെ പലയിടത്തും പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത്, 3 ദിവസം മുമ്പാണ്. എൻ്റെ മൊത്തൊക്കെ പറയാൻ പറ്റുമോ 3 ദിവസം മുമ്പ് അറിയിച്ചെന്ന്? വിളിച്ച കോളും എൻ്റെ കയ്യിലുണ്ട്, അന്ന് അയച്ച മെസ്സേജും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഉണ്ട്. ഞാൻ എന്നിട്ട് സർപ്രൈസ്ഡ് ആവുമായിരുന്നു. എന്നെ എല്ലാവരും വിളിച്ച് ചോദിച്ചു 2 ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞു. എങ്ങനെ അങ്ങനെ ഒരു കള്ളം? അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് തരുന്നു. പക്ഷെ ഇത് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നാള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. 2 ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവിയാണോ? അനീഷ് നമുക്ക് ആദ്യമായിട്ട് ഓഡിഷൻ വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അനീഷ് ഒരുപാട് നമ്മളോട് പറഞ്ഞു, ഞാനും അനീഷും നമ്മൾ തർക്കിച്ചൊരു വിഷയമുണ്ട്. ഒരു കാര്യം അനീഷിന്റെ ഒരു സ്ത്രീ വിരോധം, സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല. എന്നോട് 6 മാസം സ്ത്രീകൾക്ക് എന്തിനു മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നു, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു. അനീഷ് പറഞ്ഞു എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം, അനീഷിന് മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കണം. ഇതൊന്നും ചെയ്തില്ലല്ലോ. മെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റാണ്. ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, സെലിബ്രിറ്റികളെ പറഞ്ഞല്ലോ അവരോട് മിണ്ടാൻ ഭയമാണ്, അവർക്ക് തമാശയാണ്, തന്നെയല്ല അവർ കള്ളങ്ങൾ പറയുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞതൊന്നും കള്ളങ്ങളല്ലേ? ബിഗ് ബോസിൽ നിന്ന് ഫോൺ ചെയ്ത ആൾ തന്നെയാണ് പറയുന്നത്, ഞാനാണ് നിങ്ങളെ വിളിച്ചത്. ഇപ്പോൾ പറഞ്ഞിട്ടോ, അതിനി കള്ളമാണെന്നാണെങ്കിൽ അങ്ങനെ പറയാം. പുള്ളിക്ക് ഒന്നിനും ഒരു വ്യവസ്ഥയില്ല. പുള്ളിക്ക് തോന്നുന്നത് പുള്ളിക്ക് എന്നതും പറയാം, പുള്ളിക്ക് ചെയ്യേണ്ടത് എന്നതും പുള്ളിക്ക് ചെയ്യാം. ഇത്രയും നല്ല. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് കുറച്ച് നാൾ നിന്ന് കഴിയുമ്പം പല കാര്യങ്ങളും മറന്നു പോകുന്നു പറഞ്ഞു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും നാളായില്ലേ, ഇതുവരെ ഒരു കാര്യങ്ങളും മറന്നിട്ടില്ലല്ലോ ഇല്ലേ? നാട്ടുകാർ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് പറയാം.
ഇത് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് അവാർഡോ അതുകൊണ്ടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്തും ഈ ബിഗ് ബോസിലെ ഈ കഥകൾ നിങ്ങൾ മറന്നില്ലെങ്കിൽ ആ ബിഗ് ബോസിൽ ചെല്ലുന്ന ആ ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾ 2-3 ദിവസങ്ങൾ കൊണ്ട് മറന്നുപോയോ നിങ്ങളെ വിളിച്ച കാര്യങ്ങളും നിങ്ങൾ വരേണ്ട ദിവസങ്ങൾ പറഞ്ഞതും നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി. പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസിൽ ഒരു കാര്യങ്ങളും പുള്ളി മറന്നിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. അതിനകത്ത് നടന്ന സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഈ ഇങ്ങനെ നിലപാടില്ലാത്ത രീതിയിൽ 2 സമയത്തും 2 രീതിക്ക് സംസാരിക്കുമ്പം സെലിബ്രിറ്റികൾക്ക് മാത്രം കുറ്റം, ഞാൻ സാധാരണക്കാരൻ, ഞാൻ മാത്രം പാവം, ഞാൻ മാത്രം പഞ്ചപാവം എന്നുള്ളൊരു മൈൻഡ്. അനുവിനെ എവിടെയാണേലും ഏത് സ്ഥലത്ത് കിട്ടിയാലും അനുവിനെ മോശക്കാരിയാക്കാതിരിക്കുന്ന ഒരാളെ അല്ലത്. എവിടെ സ്ഥലം കിട്ടിയാലും അനുവിനോട്ട് കൊട്ടാൻ ഒരു കൊട്ട് കിട്ടിയാൽ കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് അന്വേഷ്. പലയിടത്തും അനു മുഖം വെള്ളറി നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മറ്റേ ഒരു മീരയുടെയൊക്കെ ഒരു പരിപാടിയാണ്, നീതിൻ്റെ ഞാൻ ഓർക്കുന്നില്ല, അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രിയങ്കയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്താണ് അനുവിനെ ശരിക്കും ഒന്ന് ആക്കി വിട്ടത്. കറക്റ്റാണ്. പക്ഷെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അവയർനെസ് കൊടുക്കാൻ ആൾക്ക് അവയർനെസ് കൊടുക്കണമല്ലോ. ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത്. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അത് കറക്റ്റാണ്. ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് 6 മാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മെറ്റേണിറ്റി ലീവ് 6 months കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അപ്പോൾ പ്രിവിലേജ് ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്. പെണ്ണുങ്ങൾക്ക് 6 കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി 1 കൊല്ലം കൊടുക്കും. അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. അത് പോയിന്റ് ഞാൻ ചോദിച്ചു വന്നേ, അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിരുന്ന അനീഷാണ് പോയി പ്രപ്പോസ് ചെയ്തത്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇങ്ങനെ സ്ത്രീകളോട് ഇത്രയും ഇഷ്ടമല്ലാത്ത അനീഷ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെയൊക്കെ ആയിപ്പോൾ പതിയെ ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു കാര്യം മാറിപ്പോയതായിരിക്കാം. അനീഷ് തന്നെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതിന് സ്ത്രീ വിരുദ്ധത മാറിയത് സ്ത്രീകളുടെ എല്ലാം കൂടെ ഉള്ളതിന് ശേഷം പുള്ളി തന്നെ സമ്മതിക്കുന്നുണ്ട്. സ്ത്രീ വിരോധിയായിരുന്നെന്ന് പുള്ളി തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ത്രീകളുടെ കൂടെ ഒന്നിച്ച് ഒരു റൂമൊക്കെ ഷെയർ ചെയ്യുകയും അങ്ങനെ ആ ഒന്നിച്ച് അവിടെ എല്ലാവരും കൂടെ കഴിയുകയും ചെയ്തപ്പം സ്ത്രീകളോടുള്ള വിരോധം മാറിപ്പോയെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ നാട്ടിലൊന്നും പെണ്ണുങ്ങളില്ലേ? ഇവരുടെ നാട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? ഒന്നും വേണ്ട, സ്വന്തം അമ്മ പെണ്ണല്ലേ? അല്ലേ? സ്വന്തം അമ്മയെ കണ്ടു വളരുന്ന ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു സ്ത്രീയോടും ഒരു വിരോധവും തോന്നത്തില്ല. സ്ത്രീകളെ എന്തിനാണ് വിരോധിക്കുന്നത്? ഈ സ്ത്രീകളോട് ഈ വിരോധം വരുന്നത് എന്നതിനാണ്? അമ്മമാരുടെ കൂടെ ജീവിക്കുന്ന ഒരു മക്കളും ചെറുപ്പം മുതലേ അമ്മ നഷ്ടപ്പെട്ട കുട്ടികൾ കാണും. അപ്പനും പിന്നെ ചേട്ടനിമാർ മാത്രമായിട്ടൊക്കെ താമസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് സ്ത്രീകളെ പറ്റി അറിയില്ല. അങ്ങനെയുള്ളവരാകുമ്പോൾ സ്ത്രീകളെ ഒരു വിരോധം വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അവർ സ്ത്രീകളുമായിട്ട് ഇടപഴകിയിട്ടില്ല. അവർക്ക് സ്ത്രീകൾ എന്നാന്ന് അറിയത്തില്ല. ഒരു അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്ന കുഞ്ഞുങ്ങളാണ്. അങ്ങനെ അവർ വളർന്നു വരുന്നതായപ്പോഴത്തേക്ക് അവർക്ക് സ്ത്രീകളോട് അങ്ങനെ ഒരു ഇതില്ല. അവർക്ക് സ്ത്രീകളെ വിരോധമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാം. അമ്മയും അച്ഛനും അനിയനും ഒക്കെ ആയിട്ട് ജീവിച്ച ഒരു വ്യക്തിയല്ലേ. പിന്നെ ഈ സ്ത്രീ വിരോധി എന്നൊരു ലേബൽ പുള്ളി സ്വയം എടുത്ത് അണിഞ്ഞൊരു കാര്യമാണ്, സ്വയം അണിഞ്ഞൊരാളാണ്. ഈ ഇങ്ങനെ സ്ത്രീ വിരോധിയാണ്, സ്ത്രീകളെ ഇഷ്ടമല്ല, സ്ത്രീകളോട് മിണ്ടത്തില്ല, ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നൊരു വ്യക്തി ഓടിച്ചെന്ന് അനുവിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അനു തിരിച്ച് ചേട്ടാ എനിക്ക് കല്യാണം കഴിക്കാൻ മുട്ടി നീക്കുവാ, നമുക്ക് ഓടിപ്പോയി കെട്ടാന്ന് പറയുമെന്ന് വിചാരിച്ചു. ഒരിക്കലുമില്ല. അനു എന്ന് പറഞ്ഞാൽ ശരിക്കും അനു കോമാളിത്തരങ്ങൾ മൊത്തം കാണിക്കും, ശരിക്കും കോമാളിത്തരം കാണിക്കും. പക്ഷെങ്കിൽ അനുവിന് എവിടെ ഓക്കെ പറയണം, എവിടെ നോ പറയണം എന്ന് അനുവിന് നല്ലപോലെ അറിയാവുന്നൊരു വ്യക്തിയാണ്. ഒരാൾ ഓടി വന്ന ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവിന് അത് ഉൾക്കൊള്ളാൻ പറ്റുകയല്ല. അത് നമുക്ക് നല്ല വ്യക്തമായിട്ട് അനുവിൻ്റെ ക്യാരക്ടർ ഈ സ്റ്റാർ മാജിക്ക് മുതലേ നമ്മൾ കാണുന്നതാണ്. അനു എന്നാ നമുക്കറിയാം. അനു ശരിക്കും കോമാളിത്തരം കാണിക്കുക. നമ്മൾ ചിന്തിക്കുക ഒരു പൊട്ടിയാന്ന് ചിന്തിക്കും. അനു അവൾക്ക് ഒരു വിവരമില്ല, ഇതുപോലെ മന്ദബുദ്ധിയാണ്. പക്ഷെ അതെല്ലാം ഈ പുള്ളിക്കാരി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറം പുള്ളിക്കാരിക്ക് നല്ലൊരു മൈൻഡുണ്ട്. ഏത് വേണം ഏത് വേണ്ടാന്ന് പറയട്ടെ. ബിഗ് ബോസിൽ കാല് കുത്തിയ നിമിഷം മുതൽ പുള്ളിക്കാരിക്ക് എങ്ങനെ ഈ ഗെയിം കൊണ്ടുപോകണമെന്ന് നല്ല ബോധത്തോടെയാണ് പുള്ളിക്കാരി പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ പുള്ളിക്കാരിക്ക് അതിൽ ഒന്നും അറിയാതെ ചെന്ന് പെട്ട വ്യക്തിയല്ല. പുള്ളി വിൻ ചെയ്യാൻ വേണ്ടി തന്നെ പോയതാണ് അനു. അതിനകത്ത് അതിനുവേണ്ടി അനു ശ്രമിച്ചു. ആ കൂടെ ആ സാഹചര്യം കൂടെ ഒന്നിച്ചു വന്നു, അങ്ങനെ വിൻ ചെയ്തതാണ്. അനീഷ് പക്ഷെങ്കിൽ ഞാൻ സാധാരണക്കാരനാണ്. അങ്ങനെ ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തപ്പോഴാണ് അറിയുന്നത് നിങ്ങളൊരു സ്ത്രീ വിരോധിയാണെന്നും സ്ത്രീകളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ. നിങ്ങളെ ഒരുപാട് അമ്മമാരൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വാക്കുകളൊക്കെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാതിരുന്നത് നന്നായി. കൊടുത്തിരുന്നെങ്കിൽ മനുഷ്യരൊക്കെ ഇതിന് മുന്നേ നിങ്ങളെ വെറുത്തു പോയായിരുന്നേ. എന്നാണേലും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ബിഗ് ബോസിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷാണ്. അനീഷ് പറഞ്ഞത് കുറച്ചുനാൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പം അതിന് മുന്നേ നിന്ന സ്ഥലത്തെ കാര്യങ്ങൾ മറന്നു പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും നാട്ടിൽ വന്ന് ഇത്രയും നാളായിട്ടും ഇതുവരെ ബിഗ് ബോസ് മറന്നിട്ടില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം സത്യമെന്ന് വിചാരിക്കുന്നുണ്ട്. കള്ളം പറയാൻ വേണ്ടി
വളച്ചൊടിക്കുക എന്ന് പറയും. അതൊക്കെ അവനവൻ ഇഷ്ടം അനുസരിച്ച് കള്ളങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളച്ചൊടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. ഞാനൊരു അനീഷ് വിരോധി അല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴേ ഞാൻ അനീഷ് വിരോധിയൊന്നുമല്ല. പുള്ളിക്ക് പുള്ളിയുടേതായ തീരുമാനങ്ങളും പുള്ളിയുടേതായ രീതികളും ഉണ്ട്. പക്ഷേങ്കിൽ ബിഗ് ബോസിൽ വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അനീഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങേര് എല്ലാവരും ഒറ്റ തിരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജിത് സാറിൻ്റെ ഒരു ഇതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ സമയത്തൊക്കെ തോന്നി ഈ പുള്ളി മനഃപൂർവ്വം ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നി. പ്രശ്നങ്ങൾ സ്വയം ഇങ്ങനെ ഒറ്റപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായി. എല്ലാം ഒരു ഗെയിം തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ബിഗ് ബോസ് വരാൻ പോകുകയാണ്. ഉടൻ തന്നെ ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്. കുറച്ച് പേരൊക്കെ ഉണ്ടെന്നുള്ള ഒരു സൂചനയും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ അറിയാം. പക്ഷേങ്കിൽ ആരൊക്കെയാണെന്നുള്ള നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. എന്നാലും താമസിയാതെ അത് വരും. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യങ്ങളൊക്കെ കാണാം. എന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമെന്നേ.